അടിക്കടി ഉരുൾപൊട്ടൽ, കായൽ മലിനീകരണം. നോ ലിസ്റ്റ് 2025 പട്ടികയിൽ കേരളവും. ഉരുൾപൊട്ടലും കായൽ മലിനീകരണവും ചൂണ്ടിക്കാട്ടി കേരളത്തെ നോ ലിസ്റ്റ് 2025 പട്ടികയിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര ഏജൻസി. കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ ടൂറിസം ഇൻഫർമേഷൻ പ്രൊവൈഡർമാരായ ഫോഡേഴ്സ് ട്രാവൽ എന്ന കമ്പനിയാണ് കേരളം വിനോദസഞ്ചാരത്തിന് സുരക്ഷിത ഇടമല്ലെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേരളം ഉൾപ്പെടെ ലോകത്തെ 15 പ്രദേശങ്ങളാണ് പട്ടികയിൽ. സമീപകാലത്തുണ്ടായ വയനാട് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും കായലുകളിലെ മലിനീകരണ റിപ്പോർട്ടുകളും കമ്പനി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കമ്പനി നവംബർ 13 പ്രസിദ്ധീകരിച്ച നോ ലിസ്റ്റ് പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക സ്ഥലം കേരളമാണ്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലും കേരളത്തിന്റെ പുഴകളും ജലസ്രോതസ്സുകളും മലിനമാകുന്നതും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. അമിതമായ ടൂറിസം പ്രവർത്തനങ്ങൾ ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ ബാധിച്ചെന്നും ഉരുൾപൊട്ടൽ സാധ്യതകൾ കൂടിയെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ഏതാനും ദശാബ്ദങ്ങളായി ഉരുൾപൊട്ടൽ സാധ്യതയെപ്പറ്റി മുന്നറിയിപ്പുണ്ടായിട്ടും കാര്യമായി എടുത്തില്ല. 2015 2022 ഇടയിൽ രാജ്യത്തുണ്ടായ 3782 ഉരുൾപൊട്ടലുകളുടെ 60% കേരളത്തിലാണ് സംഭവിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് ടൂറിസം സീസൺ ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് വന്ന നോ ലിസ്റ്റ് പട്ടിക മേഖലയിലെ ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗത്തെയും സംസ്ഥാനത്തിന് വരുമാനമാർഗമായ ടൂറിസത്തെയും ബാധിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്തോനേഷ്യയിലെ ബാലി വിനോദസഞ്ചാരത്തിനെതിരെ തദ്ദേശ ജനതയുടെ എതിർപ്പുകൾ രൂക്ഷമായ യൂറോപ്പിലെ ചില പ്രദേശങ്ങൾ, തായ്ലൻഡിലെ കോഹ് സാമുയി, എവറസ്റ്റ് കൊടുമുടി എന്നിവയാണ് സ്ഥിരമായി പ്രശ്നമുള്ള ഇടങ്ങളായി നോ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്.